ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സംഗീതം ആസ്വദിക്കാൻ ഉപയോഗിക്കുന്ന ഓഡിയോ ആക്സസറീസാണ് നെക്ബാൻഡ് ഇയർഫോണും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും. ഉയർന്ന സൗണ്ട് ക്വാളിറ്റിയും ഉപയോഗിക്കാനും കൊണ്ടുനടക്കാനുമുള്ള എളുപ്പവുമാണ് ഇവയ്ക്ക് ഇത്രയധികം ജനപ്രീതി ലഭിക്കാനായിട്ട് ഇടയാക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി TV നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നെക്ബാൻഡ് ഇയർഫോണിന്റെയും ബ്ലൂടൂത്ത് ഹെഡ്ഫോണിന്റെയും ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. അപ്പോൾ സമയം വേസ്റ്റാക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നെക്ബാൻഡ് ഇയർഫോൺ കാഴ്ചയിലും ഗുണമേന്മയിലും ഉപയോഗിക്കുന്നതിനുള്ള എളുപ്പത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഓഡിയോ ആക്സസറീസാണ് നെക്ബാൻഡ് ഇയർഫോൺ. അവ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. നെക്ബാൻഡ് ഇയർഫോണുകൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ആദ്യ ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് നെക്ബാൻഡ് ആണ്. നെക്ബാൻഡ് ഇയർഫോൺ കഴുത്തിൽ വളരെ സൗകര്യപ്രദമായി അണിയാൻ സഹായിക്കുന്നത് ഈ നെക്ബാൻഡ് ആണ്. നെക്ബാൻഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റബ്ബറും കോപ്പറുമാണ്. കോപ്പർ വയറുകൾ ഒരു പ്രത്യേക മെഷീന്റെ സഹായത്തോടെ റബ്ബർ കൊണ്ട് കവർ ചെയ്ത് മോൾഡ് ചെയ്താണ് നെക്ബാൻഡ് നിർമ്മിക്കുന്നത്. അടുത്തായിട്ട് നിർമ്മിക്കുന്നത് എല്ലാത്തരം ഹെഡ്ഫോണുകളുടെയും പ്രധാന ഭാഗമായിട്ടുള്ള സ്പീക്കറാണ്. സ്പീക്കർ നിർമ്മിക്കുന്നതിനായിട്ട് ആദ്യം നിർമ്മിക്കുന്നത് സ്പീക്കറിന്റെ ഡയഫ്രം ആണ്. ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കോണിൽ ചെമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ച കോയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് സ്പീക്കറിന്റെ ഡയഫ്രം നിർമ്മിക്കുന്നത്. ഇനി സ്പീക്കർ നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള മാഗ്നറ്റ് ഒരു ഫ്രെയിമിൽ ഇറക്കി വെച്ച് അതിനു മുകളിൽ പോൾ പീസ് വെച്ചതിന് ശേഷം കോപ്പർ ക്യാപ്പ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. അതിനു മുകളിൽ നേരത്തെ സ്പീക്കറിന് വേണ്ടി നിർമ്മിച്ച ഡയഫ്രം പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. അതോടെ സ്പീക്കർ നിർമ്മാണം പൂർത്തിയാക്കുന്നു. അടുത്തായിട്ട് ഒരേ നിറത്തിലുള്ള രണ്ട് വയറുകൾ മുറിച്ചെടുക്കുന്നു. അതിനുശേഷം അവ ഓരോന്നും ഇയർഫോണിന്റെ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് കേസുകളിലൂടെ കടത്തി അതിൽ ഒരു കെട്ടിടുന്നു. എന്നിട്ട് ആ വയറുകളുടെ അഗ്രത്തിൽ സ്പീക്കർ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്നു. സോൾഡർ ചെയ്ത സ്പീക്കർ ഇയർഫോൺ ബാക്ക് കേസിലേക്ക് കടത്തി വെച്ച് ഇയർഫോണിന്റെ ഫ്രണ്ട് കേസ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന ഇയർഫോൺ വയറുകളിൽ ഒന്നിൽ ബാറ്ററിയും അടുത്തതിൽ PCBയും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്ത ശേഷം ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സോൾഡറിംഗ് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നു. ബാറ്ററിയും PCBയും ഇയർഫോണും ഉൾപ്പെടുന്ന സർക്യൂട്ടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പരിശോധിച്ച് പാസ്സാക്കിയ ശേഷം ഫൈനൽ അസംബ്ലിങ്ങിന് വേണ്ടി നിരവധി ഫാക്ടറി ജീവനക്കാരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കൺവെയർ ബെൽറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. ഇയർഫോണും ബാറ്ററിയും PCBയും ഉൾപ്പെടുന്ന സർക്യൂട്ട് നെക്ക് ബാൻഡിനുള്ളിൽ ഉറപ്പിക്കുന്ന പ്രോസസ്സാണ് ഫൈനൽ അസംബ്ലിങ്ങിൽ നടക്കുന്നത്. നെക്ക് ബാൻഡിന്റെ ഒരു ഭാഗത്ത് ബാറ്ററിയിൽ ഇതിനുള്ള കണക്ഷനും മറുഭാഗത്തും PCBയിൽ നിന്നുള്ള കണക്ഷനും സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം ബാറ്ററിയും PCBയും നെക്ക് ബാൻഡിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് ഉണക്കുന്നു. ആഫ്റ്റർ ബാറ്ററിയും PCBയും നെക്ക് ബാൻഡിനുള്ളിലാക്കി അടപ്പുകൾ കൊണ്ട് അടയ്ക്കുന്നു. നെക്സ്റ്റ് നെക്ക് ബാൻഡുകൾ ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിയുന്നു. എന്നിട്ട് ഉപയോഗിക്കുവാൻ റെഡിയായ നെക്ക് ബാൻഡ് ഇയർഫോൺ ഭംഗിയുള്ള ബോക്സിൽ അതിന്റെ വാറണ്ടി കാർഡ് ഉൾപ്പെടെ പാക്ക് ചെയ്ത് സീൽ ചെയ്യുന്നു. അതോടെ നെക്ക് ബാൻഡ് വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുവാൻ തയ്യാറാകുകയാണ്. ഇനി ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ വിലകൂടിയ മ്യൂസിക് സിസ്റ്റങ്ങൾക്ക് ഒപ്പമോ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനൊപ്പമോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ കണ്ടുപിടിക്കപ്പെട്ടതോടെ ഹെഡ്ഫോണുകൾ മൊബൈൽ ഫോണിനൊപ്പം ഉപയോഗിക്കുവാൻ കഴിയുന്ന ആക്സസറിയായി മാറി. ചെവിക്കുള്ളിൽ കടത്തിവെക്കുന്ന ഇയർഫോണുകളേക്കാൾ സൗണ്ട് ക്വാളിറ്റി ഹെഡ്ഫോണുകൾക്കുണ്ട്. ഹെഡ്ഫോണുകൾ നിർമ്മിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് ഹെഡ്ഫോണിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പാർട്ടുകളുടെ നിർമ്മാണത്തോടെയാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധി ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് പ്രത്യേകതരം പ്ലാസ്റ്റിക് ഇൻജക്ഷൻ മോൾഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ്. നിരവധി ഹെഡ്ഫോൺ മോഡലുകളാണ് ഓരോ കമ്പനിയും നിർമ്മിക്കുന്നത്. ഓരോ മോഡലിനും ആവശ്യമായ പാർട്ടുകൾ നിർമ്മിക്കാനായിട്ട് പ്രത്യേകം ഇൻജക്ഷൻ മോൾഡിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മോഡലുകൾ വയർ ഉപയോഗിച്ചും കണക്ട് ചെയ്യാൻ സാധിക്കുന്നവയാണ്. അങ്ങനെ ഹെഡ്ഫോൺ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വയറുകൾ മുറിച്ച് ഇരുവശത്തും 3.5 mm സ്റ്റീരിയോ ഓഡിയോ പിന്നുകളും വോളിയം കൺട്രോളും ഘടിപ്പിച്ച് തയ്യാറാക്കുന്നു. ഹെഡ്ഫോണിന്റെ നിറവുമായി മാച്ച് ചെയ്യുന്ന നിറത്തിലുള്ള വയറുകളാണ് ഇതിനുപയോഗിക്കുന്നത്. അടുത്തായിട്ട് ഹെഡ്ഫോൺ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാർട്ടുകളുടെയും PCBയുടെയും ടെസ്റ്റിംഗും ചെക്കിങ്ങുമാണ് നടക്കുന്നത്. ഈ പാർട്ടുകൾ ടെസ്റ്റിംഗ് പാസ്സായതിനു ശേഷം അവയെ നേരത്തെ നിർമ്മിച്ചു വെച്ച പ്ലാസ്റ്റിക് പാർട്ടുകൾക്കൊപ്പം പ്രൊഡക്ഷൻ ഹാളിലേക്ക് അയക്കുന്നു. പ്രൊഡക്ഷൻ ഹാളിൽ ഫാക്ടറി ജീവനക്കാർ മാനുവലായിട്ടാണ് ഹെഡ്ഫോണുകൾ അസംബ്ലി ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഹാളിൽ ഒരു കൺവെയർ ബെൽറ്റിന് ഇരുവശവും ഇരിക്കുന്ന തൊഴിലാളികളുടെ അരികിൽ ഹെഡ്ഫോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാർട്ടുകൾ ആദ്യമേ തന്നെ വിതരണം ചെയ്തിരിക്കും. ആദ്യം ഹെഡ്ഫോൺ നമ്മുടെ തലയിൽ ഉറപ്പിക്കുന്നതിനുള്ള ക്ലാമ്പാണ് തയ്യാറാക്കുന്നത്. മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്ലാസ്റ്റിക് ക്ലാമ്പിനുള്ളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ഒട്ടിക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്.
ഈ കുഷ്യൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ്. വില കൂടിയ ഹെഡ്ഫോണുകളിൽ യഥാർത്ഥ ലെതറും ഉപയോഗിക്കാറുണ്ട്. കുഷ്യൻ പ്ലാസ്റ്റിക് ഫ്രെയിമിൽ ഉറപ്പിക്കുന്നതിന് മുന്നേ കുഷ്യന് നടുവിലുള്ള വിടവിലൂടെ ഒരു വയർ കടത്തിവെക്കുന്നു. അതിനുശേഷം കുഷ്യൻ പ്ലാസ്റ്റിക് ഫ്രെയിമിൽ ഒട്ടിക്കുന്നു. അടുത്തതായിട്ട് ഹെഡ്ഫോണിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ സ്ലൈഡ് ഹെഡ്ഫോണിൽ ഉറപ്പിക്കുന്നു. ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ നിരന്തരം ചലിക്കുന്ന ഒരു ഭാഗം മെറ്റൽ കൊണ്ട് നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള കേടുപാടുകളുടെ സാധ്യത ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്. കൺവെയർ ബെൽറ്റിലൂടെ മുന്നോട്ട് ചലിക്കുന്നതിനനുസരിച്ച് ഹെഡ്ഫോണിൽ ഘടിപ്പിക്കാനുള്ള ഓരോ പ്ലാസ്റ്റിക് ഭാഗങ്ങളും ഫാക്ടറി ജീവനക്കാർ ഹെഡ്ഫോണിന്റെ ഭാഗങ്ങളിൽ ഉറപ്പിക്കുന്നു. ഇന്റർലോക്ക് ചെയ്താണ് ഈ ഭാഗങ്ങൾ ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്നത്. അതായത് സ്ക്രൂവോ പശയോ ഉപയോഗിക്കാതെയാണ് ഈ ഭാഗങ്ങൾ ഹെഡ്ഫോണിൽ ഉറപ്പിക്കുന്നത്. ഓരോ ഫാക്ടറി ജീവനക്കാരനും ഹെഡ്ഫോണിന്റെ ഒരു ഭാഗം വീതമാണ് കൈകാര്യം ചെയ്യുന്നത്. ഹെഡ്ഫോണിന്റെ ബേസ് സ്ട്രക്ചർ തയ്യാറായതിനു ശേഷം ഹെഡ്ഫോണിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഹെഡ്ഫോണിൽ ഉറപ്പിക്കുന്നു. ഓഡിയോ IC, ബ്ലൂടൂത്ത് മൊഡ്യൂൾ, USB പോർട്ട്, ഓഡിയോ ജാക്ക് എന്നിവയെല്ലാം ഈ PCB സർക്യൂട്ടിലാണ് ഉള്ളത്. അതിനുശേഷം ഹെഡ്ഫോണിൽ റീചാർജബിൾ ബാറ്ററി ഘടിപ്പിക്കുന്നു. ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ ഹെഡ്ഫോണിന്റെ പ്രവർത്തനത്തിന് പവർ ആവശ്യമാണ്. ബ്ലൂടൂത്ത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ചാർജ് ഹെഡ്ഫോണിന് നൽകുന്നത് ഈ ബാറ്ററിയാണ്. ബാറ്ററി ഹെഡ്ഫോണിൽ ഉറപ്പിച്ചതിന് ശേഷം അതിന്റെ വയർ ഹെഡ്ഫോണിന്റെ വയറുമായിട്ട് സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം ഹെഡ്ഫോണിലെ സ്പീക്കർ ഘടിപ്പിച്ച് ഹെഡ്ഫോണിലെ വയറുകൾ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്നു. സ്പീക്കർ ഘടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിലൂടെ ഒരു സോഫ്റ്റ് കുഷ്യൻ ഉറപ്പിക്കുന്നു. ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ ചെവികൾക്ക് മുകളിൽ കൂടുതൽ പ്രഷർ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഹെഡ്ഫോണിലെ സ്പീക്കറിന് മുകളിലൂടെ കുഷ്യൻ ഇടുന്നത്. അതുപോലെ തന്നെ ഹെഡ്ഫോണിൽ നിന്നും ശബ്ദം ചോർന്നു പോകാതെ വ്യക്തതയോടെ ശബ്ദം ആസ്വദിക്കാൻ സാധിക്കുന്നതിനും ഈ കുഷ്യൻ സഹായകരമാണ് കേട്ടോ. കുഷ്യൻ ഘടിപ്പിക്കുന്നതോടെ ഹെഡ്ഫോണിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ഇനി ഹെഡ്ഫോണിന്റെ ടെസ്റ്റിംഗ് ആണ്. ആദ്യത്തെ ഹെഡ്ഫോണിലെ സ്പീക്കറും വോളിയം കൺട്രോളും ഓഡിയോ ജാക്കും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഈ രണ്ട് ടെസ്റ്റുകളും പാസ്സാവാതെ ഹെഡ്ഫോണുകൾ പാക്ക് ചെയ്യാറില്ല. ടെസ്റ്റുകൾ പാസ്സാക്കുന്ന ഹെഡ്ഫോണുകളിൽ അടുത്തതായിട്ട് ഹെഡ്ഫോണിന്റെ ബ്രാൻഡിനെ സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. ചില കമ്പനികളിലെ സ്റ്റിക്കറിന് പകരം ലേസർ പ്രിന്റിംഗും ഇത്തരത്തിൽ ലേബൽ ചെയ്യുന്നതിന് ഉപയോഗിക്കാറുണ്ട്. ലേബൽ ചെയ്തതിനു ശേഷം ഈ ഹെഡ്ഫോണുകൾ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് കവർ ചെയ്ത് വാറണ്ടി കാർഡ് ഉൾപ്പെടെ ആകർഷകമായിട്ടുള്ള ബോക്സുകളിൽ പാക്ക് ചെയ്യുന്നതോടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.